വയൽക്കിളി സമരത്തെ അധിക്ഷേപിച്ച് പി ജയരാജൻ. വയൽക്കിളി സമരത്തിനു പിന്നിൽ ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് കൂട്ടുകെട്ട് എന്നാണ് ആക്ഷേപം. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് പുതിയ വാദം. ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് യോജിപ്പ് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും പി ജയരാജൻ പറയുന്നു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് പി ജയരാജൻ എടുത്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ഈ വയൽക്കിളി സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഇതിൽ പറയുന്നത്? വീണ, 2018 CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ തളിപ്പറമ്പിലെ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് CPM അനുഭാവികൾ തന്നെ ശക്തമായ സമരവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. 2018 തുടങ്ങിയ ആ സമരം CPM-നെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. കാരണം പാർട്ടി ഗ്രാമത്തിൽ, അതായത് എതിർ സ്ഥാനാർത്ഥികൾ പോലും മത്സരിക്കാൻ ഭയക്കുന്ന ഒരു സ്ഥലമായ കീഴാറ്റിൽ പാർട്ടിക്കാർ തന്നെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് CPM-ന് വലിയ പ്രതിസന്ധി തീർത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നിരന്തരമുണ്ടായി. അത് വലിയ കേരള സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചയാവുകയും ചെയ്തു. ആ സമരത്തെയാണ് ഇപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: കീഴാറ്റൂരിൽ നടന്ന വയൽക്കിളി സമരത്തിന് പിന്നിൽ ഇസ്ലാമിക് മാവോയിസ്റ്റ് കൂട്ടുകെട്ടാണ് എന്നാണ്. ഇത്തരമൊരു ഇസ്ലാമിക് മാവോയിസ്റ്റ് യോജിപ്പ് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ദേശാഭിമാനി വാരികയ്ക്ക് പി ജയരാജൻ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു ഗുരുതരമായ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം CPM-ന്റെ പാർട്ടി ഗ്രാമത്തിൽ CPM-ന്റെ ആളുകൾ തന്നെ, CPM അംഗങ്ങൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതിന്റെ ഭാഗമായി 11 CPM പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും അടങ്ങാത്ത പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പോലും അന്ന് നടന്നിരുന്നു. അന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു സമരത്തിന് പിന്തുണ കൊടുത്തതുമാണ്. ആ ഒരു സമരത്തെയാണ് ഇപ്പോൾ മാവോയിസ്റ്റ് ഇസ്ലാമിക് കൂട്ടുകെട്ടാണ് ആ സമരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന വിമർശനം പി ജയരാജൻ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സുരേഷ് കീഴാറ്റൂരാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ആ സമരം നടന്നത്. ആ സമരത്തെയാണ് ഇസ്ലാമിക് മാവോയിസ്റ്റ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇത് തുടർച്ചയായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ പുറത്താക്കിയ 11 CPM പാർട്ടി അംഗങ്ങളെ പി ജയരാജൻ തന്നെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കേണ്ട ഒരു ഗതികേട് കൂടി അന്ന് അവിടെ വന്നിരുന്നു. അതായത് പലതരത്തിലും ഈ പാർട്ടി അംഗങ്ങളുമായി ചർച്ച നടത്തിയിട്ട് പോലും അതിനൊരു കൃത്യമായ പരിഹാരം പി ജയരാജന് കാണാൻ സാധിച്ചില്ല. അന്ന് പി ജയരാജനാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പി ജയരാജന് പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി അത് മാറുകയും അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടെ വലിയ തലവേദന ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ആ സമരത്തെയാണ് ഇസ്ലാമിക് മാവോയിസ്റ്റ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, നമുക്കറിയാം, UAPA കേസിൽ കോഴിക്കോട് 2 വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർ ജയിലിലാകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അലൻ, താഹ എന്നീ 2 വിദ്യാർത്ഥികൾ. ആ ഒരു സംഭവം ഈ ഇസ്ലാമിക് മാവോയിസ്റ്റ് കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അഭിമുഖത്തിൽ പി ജയരാജൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ് പി ജയരാജന്റെ ഒരു പുസ്തകം പുറത്തു വന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു അഭിമുഖത്തിലും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടത്. വീണ.